സൂചിപ്പാറയിൽ 3 യുവാക്കൾ കുടുങ്ങിയത് നമ്മൾ കണ്ടതല്ലേ. രാവിലെ എത്ര നേരം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഈ 3 പേരെ രക്ഷിക്കാൻ മുഴുവൻ രക്ഷാസേനയും എത്തി മണിക്കൂറുകൾ ചെലവഴിക്കേണ്ട സാഹചര്യം വന്നു. അവർ പോലീസിലൊന്നും അറിയിക്കാതെയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയത്. എത്രയും അപകടം പിടിച്ച പാറക്കെട്ടുകളിലൂടെ ഈ 3 പേർ അവരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യാനാകില്ല. അവർ രോഷത്തോടു കൂടിയാണ് അവിടേക്കൊന്നും മൃതദേഹങ്ങൾ എടുക്കാൻ ആരും പോകുന്നില്ല എന്നൊക്കെ പരാതിപ്പെട്ടിട്ടാണ് അവർ അങ്ങോട്ട് കയറി ചെന്നത്. എന്നിട്ട് അവർ തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, രജിസ്ട്രേഷൻ ഇതിൽ വേണ്ടതല്ലേ? അല്ല, ഇതിൽ ഇപ്പോൾ 6 സോണായി തിരിച്ച് ചില സോണുകളിൽ പ്രത്യേകം കൂടുതൽ ആളുകളെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ഫോഴ്സസ് ഉണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്, നമ്മളീ പറഞ്ഞ പോലെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ക്രമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പല പ്രയാസങ്ങളും വരുന്നത്. അങ്ങനെ ഒരു രീതി വേണ്ടതില്ല. ഇതിൽ വളരെ കൃത്യമായി നമ്മൾ ആളുകളെന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായി പരിശീലനം ലഭിച്ചവരായിരിക്കണം. അതിലും ഒരു നിർബന്ധം വേണ്ടതുണ്ട്. മൂന്നാമത്തെ പ്രശ്നം ഭക്ഷണത്തിൻ്റെ വിതരണമാണ്. ആളുകൾ നല്ല മനസ്സോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റും പറയുന്നില്ല, മഹാഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി പ്രധാന ഘടകമാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആകെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും കുഴപ്പം ഭക്ഷണത്തിലുണ്ടായാൽ പട്ടാളക്കാരുൾപ്പെടെയുള്ളവരാണ് രക്ഷാസംഘത്തിലുള്ളത്. എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അവിടുത്തെ പോളിടെക്നിക്കിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന് ഭക്ഷ്യവകുപ്പ് കൃത്യമായി ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ പരിശോധന നടത്തിയതിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഹോട്ടൽ അസോസിയേഷൻ്റെ സഹായത്താലാണ് എല്ലായിടത്തും ഇത് വിതരണം ചെയ്യുന്നത്. ഇതൊരു സംവിധാനം. എന്നാൽ പലരും ഭക്ഷണം ഉണ്ടാക്കി വരുന്നുണ്ട്. അത് കലക്ടർ അതുകൊണ്ട് തന്നെ നേരത്തെ 2 ദിവസം മുമ്പ് ഇനി ഭക്ഷണം ആരും ഉണ്ടാക്കി വരേണ്ടതില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതുമാത്രമല്ല, പലരും ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യാൻ വേണ്ടി പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള പരാതിയും ഒരു ഭാഗത്ത് വരികയാണ്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഇത്ര ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്ന സ്ഥിതി വരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഫുഡിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. ഒരു 30 അംഗ രക്ഷാദൗത്യത്തിൽ ഒരു 3-4 പേർക്ക് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് അസുഖം വന്നാൽ അവർക്ക് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ആ ടീമിൻ്റെ വർക്ക് അവിടെ ഇല്ലാതാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിയന്ത്രണം വേണം. ഇപ്പോൾ ഈ സംവിധാനം വെച്ച് വോളണ്ടിയർമാർക്ക് എത്രയാണോ ഭക്ഷണം വേണ്ടത് അതിനേക്കാൾ എത്രയോ അധികമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എവിടെയും ഒരു പരാതിയില്ല. ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒരു അനുഭവം ഞാൻ പറയാം. കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു 100-500 ആൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന പ്രയാസം പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രയാസം പറഞ്ഞ ആളോട് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ള വിവരം കിട്ടിയ അവിടുത്തെ ഫോൺ നമ്പർ തരാൻ പറയുന്നു. ഫോണിലാണല്ലോ വിളിച്ച് ഇവരെ അറിയിക്കുക. അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നു. അപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. ആ തെറ്റായ വിവരങ്ങൾ നൽകുമ്പോൾ ഒരു മൈനോറിറ്റി വരുന്ന ആളുകൾ, എല്ലാവരും അങ്ങനെയാണെന്നുള്ള അഭിപ്രായമേ എനിക്കില്ല. എന്നാൽ ന്യൂനപക്ഷം വരുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമായി പണപ്പിരിവ് ഉൾപ്പെടെ നടത്തുന്നു എന്നുള്ള പരാതി വരുന്നു. ഇത് വളരെ ഗൗരവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു കൃത്യമായ ക്രമീകരണം വേണം. അതിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ശരിയായ വാർത്തകൾ നൽകാൻ പറ്റണം, ക്രമീകരണം വരുത്തണം. ഭക്ഷണം ഒരു കേന്ദ്രത്തിൽ നൽകണം. ആ കേന്ദ്രത്തിൽ കൃത്യമായ പരിശോധന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം, ഭക്ഷണത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം. അത് കൊടുക്കണം. ഇനി എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ ഇടപെട്ട് നൽകാനും പറ്റും. ആ നിലയാണ് സ്വീകരിക്കേണ്ടത്. ഞാൻ ഷിലൂരിലുണ്ടായിരുന്നുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുണ്ട്, നിങ്ങളുടെ ചാനലിൽ നിന്നുള്ളവരുമുണ്ട്. എങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളത് നമുക്കറിയാവുന്നതല്ലേ. 1 കിലോമീറ്റർ അപ്പുറത്ത് ബാരിക്കേഡ് വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് പോലും ഉള്ളോട്ട് വരാൻ വേണ്ടി പറ്റില്ല. മാധ്യമപ്രവർത്തകരെ കാണുന്നത് പിന്നീട് ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറം പോയി അവിടെ നിന്നുകൊണ്ടാണ്. എല്ലാ നിലയിലുള്ള നിയന്ത്രണങ്ങളാണ്. എന്നാൽ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നല്ല നിലയിൽ വിവരങ്ങൾ വളരെ പോസിറ്റീവായി നൽകുന്നു. അത് അംഗീകരിക്കുകയാണ്. പോസിറ്റീവായി നൽകുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ദൗത്യസംഘത്തിൻ്റെ പ്രവർത്തനത്തിനും ഇതിൻ്റെ പൊതുപ്രവർത്തനത്തിനും ഗുണകരമാണ് എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗപ്പെടുത്തി എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ നൽകുന്നു. എന്നാൽ ഇവിടെ പൊതുവേ ഇത്തരം സ്വാതന്ത്ര്യം നൽകുമ്പോഴും ഇങ്ങനെ ചില തെറ്റായ രീതികൾ കടന്നു വരുന്നു. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പണപ്പിരിവ് എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരാതിയായി വരുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ക്രമീകരണം വരുത്തണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുൾപ്പെടെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
ശരി, രണ്ട് ചോദ്യങ്ങൾ കൂടി മിനിസ്റ്റർ. ഇപ്പോൾ ഈ QR കോഡിന്റെ കാര്യത്തിൽ അത് വേണ്ട, അതിലും തട്ടിപ്പ് നടത്തുന്നവരുണ്ട് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ QR കോഡ് പ്രകാരം ആ രൂപത്തിൽ പണം നൽകിയവരുണ്ടല്ലോ ഇതിനകം, അതൊക്കെ അതിലൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല അല്ലേ നിലവിൽ? അല്ല, അത് പൊതുവെ പരിശോധിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ശരി, അവസാനമായി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഈ രക്ഷാപ്രവർത്തനം തിരച്ചിൽ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യുക? നമുക്ക് കൃത്യമായ കണക്കുകൾ ലഭ്യമാകുന്നില്ല. എത്ര പേർ പോയി എന്നുള്ളതിലും വ്യക്തമായ കണക്കുകളില്ല. അത് കണക്ക് നൽകേണ്ടവർ തന്നെ ഇല്ലാതായിട്ടുള്ള സാഹചര്യം പല മേഖലകളിലും, ഒരു പ്രദേശം ആകെ എടുത്തു പോയൊരു സാഹചര്യം കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്? ഇപ്പോൾ റേഷൻ കാർഡ് വഴി ഒരു പരിശോധന നടത്തി, അത് ക്രോസ് ചെക്ക് ചെയ്യുന്ന വേറെ സംവിധാനങ്ങൾ നോക്കി, പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തി, മറ്റു സംസ്ഥാനങ്ങളിലെ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ പരിശോധന നടത്തി. ഇങ്ങനെ ഒരു പരിശോധന നടത്തിയ ഒരു ഏകദേശ കണക്കുണ്ട്. അതോടൊപ്പം ക്യാമ്പിലുള്ളവരുടെ, ആശുപത്രിയിലുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടി എടുത്തുള്ള പരിശോധനകൾ നടക്കുന്നു. അങ്ങനെ ഒരു പരിശോധന നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ഒരു ഭാഗത്ത് നടത്തുകയാണ്. ഇവിടെ തെരച്ചിലിൻ്റെ കാര്യത്തിൽ എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് നടത്തുന്നത്. എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇടപെടുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഭാഗമായുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നു. മനുഷ്യാധ്വാനത്തിൻ്റെ സാധ്യത, ഒരു പുഴയെ കുറിച്ച് അറിയുന്നവർ അവിടുത്തെ നാട്ടുകാരാണ്, അവരെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. അങ്ങനെ എല്ലാ സാധ്യതകളും പരിശോധിച്ച് ഇതിൻ്റെ എല്ലാ ശ്രമവും നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ 14 മൃതദേഹങ്ങളാണ് കിട്ടിയതെങ്കിൽ ഇന്നത് 4 കുറഞ്ഞു. നാളെ നമുക്ക് എങ്ങനെയെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ. ഈ ഘട്ടത്തിൽ ഇത്ര നേരം നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രിസഭാ ഉപസമിതി, സർക്കാർ വയനാട്ടിൽ നിയോഗിച്ച സംഘത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി തന്നെ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ നന്ദി ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചതിന്.